100% യോജിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി ഇത് വന്ന് പറയണം. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഞാൻ പറയുന്നതുകൊണ്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് ദേഷ്യാലും കുഴപ്പമില്ല, അത്രമാത്രം മനസ്സ് വിഷമിച്ച് അദ്ദേഹം വീട്ടിയിരിക്കാൻ, അദ്ദേഹം വെളിയിൽ വന്ന് സ്ട്രോങ് ആയി ഡിഫെൻഡ് ചെയ്യണം. ഒരു ആണ് കടന്നു പോകുന്ന ട്രോമയാണ്. 2, എല്ലാ ബഹുമാനത്തോടെ ആ പെൺകുട്ടിയെയും കൂടെ വെച്ച് ചോദിച്ചോട്ടെ, ആ പെൺകുട്ടിയും രാഹുലും കൺസെന്റോടുകൂടിയല്ലേ, 18 വയസ്സ് കഴിഞ്ഞ് കൺസെന്റോടുകൂടിയല്ലേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടെങ്കിൽ? അത് നിങ്ങളുടെ പോയിന്റാണ്. നിങ്ങൾ രാഹുലിനെ പിന്തുണയ്ക്കാൻ ചില കാര്യങ്ങൾ പറയുന്നു. രാഹുൽ ഈശ്വർ, നിങ്ങൾ നാളെ മാധ്യമങ്ങളെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചാൽ അയാൾ ഈ ടെലിഫോൺ സംഭാഷണത്തിന് എടുക്കേണ്ട ഡിഫൻസ് എന്തായിരിക്കണം എന്നാണ് താങ്കളുടെ അഡ്വൈസ്? ഒരു ഡിഫൻസും ഇല്ല. രാഹുൽ വന്ന് സത്യം പറയണം. തന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുപറ്റിയുണ്ടെങ്കിൽ സത്യം പറയണം. അദ്ദേഹം വളരെ യുവാവാണ്, 35 വയസ്സേ ഉള്ളൂ, ഇതെല്ലാം സംഭവിച്ച വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. താൻ എന്താണെന്ന് സത്യം പറയണം. എന്നിട്ട് ജനങ്ങളോട് അത് ഏറ്റു പറഞ്ഞ് ശക്തമായി തിരിച്ചു വരണം. ഇങ്ങനെ വീട്ടിലിരുന്ന് ഉരുകേണ്ട കാര്യമുണ്ടോ? വന്ന് പറഞ്ഞാൽ പറയാം. അപ്പൊ പറയാൻ തന്റെ കയ്യിൽ ധാർമ്മികമായ ഒരു പോയിന്റ് ഇല്ല, നിയമപരമായ പോയിന്റ് ഇല്ലെന്ന് അയാൾക്കറിയാം. അയാൾ തന്നെ സ്വയം എഴുന്നേറ്റ് വരാൻ കഴിയാത്ത ഒരു കുഴിയിൽ കിടക്കവേ. അതുകൊണ്ടല്ല, ഒറ്റ വരി പറഞ്ഞു തീർക്കാം. അതുകൊണ്ടല്ല, എനിക്ക് നേരെ മീറ്റു വ്യാജ ആരോപണം വന്നിട്ടുണ്ട്. ഞാനും അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ഇരുന്നിട്ടുണ്ട്. അത് ശബരിമല പ്രക്ഷോഭം നടന്ന കാലത്ത് എന്നെ കൊടുക്കാൻ ചില ഫെമിനിസ്റ്റുകൾ ഞാൻ ഏതോ പെൺകുട്ടിയെ മോശ സിനിമ കാണിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം വന്നു. ഒരു ദിവസം ചാനൽ ചർച്ചകൾക്ക് പോലും പോകാതെ എല്ലാം കൂടെ ചേർത്ത് സമീകരിക്കല്ലേ. ഇപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ മുമ്പിൽ ഒരു ഓഡിയോ സന്ദേശമുണ്ട്. ആ ഓഡിയോ സന്ദേശത്തിൽ ഇദ്ദേഹം ഒരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പ് ഉണ്ടാക്കി, ആ റിലേഷൻഷിപ്പിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നടത്തുന്ന ശ്രമം വ്യക്തമാണ്. എസ്കേപ്പ് ചെയ്യാൻ നടത്തുന്ന ശ്രമം വ്യക്തമാണ്. അതിന്റെ ഭാഗമായി അവരോട് അബോർഷൻ അയാൾ നിർബന്ധിക്കുന്നത് വ്യക്തമാണ്. ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് സാങ്കേതികത്വമാണ്. രാഹുൽ കാണുന്നത് സാങ്കേതികത്വമാണ്. രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതിന് ചില ധാർമ്മികമായ പ്രതലങ്ങൾ കീപ്പ് ചെയ്യേണ്ടതുണ്ടെന്ന് അവരെല്ലാം വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് പറയട്ടെ, എനിക്ക് ആ പോയിന്റ് ജനങ്ങൾ കേൾക്കാതിരിക്കണമെന്നാണോ? പെൺകുട്ടി അല്ലല്ല, ആ സംഭാഷണത്തിൽ, താങ്കൾ പറയുന്ന സംഭാഷണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി പറയുന്നു, തന്നോട് ഏറ്റെടുക്കാൻ ആരും പറഞ്ഞില്ലല്ലോ, താൻ അതിന്റെ ഏറ്റെടുക്കണ്ട, ഞാൻ സ്വന്തമായിട്ട് വളർത്തിക്കോളാം. യഥാർത്ഥത്തിൽ ആണിനും പെണ്ണിനും പറയാത്തത്, ഞാൻ ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാമെന്നും ഈ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാം, ഇവരെ സംരക്ഷിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അതല്ലേ ഞാൻ എന്ന് പറയാൻ രാഹുൽ രംഗത്ത് വരുന്നില്ല. നിഷാദ് കേട്ടില്ലേ ആ ഓഡിയോ ക്ലിപ്പ്? ഒന്നുകൂടെ കേട്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. രാഹുൽ ആ പെൺകുട്ടിക്ക് പരാതി ഇല്ലാത്ത മാങ്കൂട്ടത്തിന്റെ ഉന്നം എന്താണ് എന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ, ഓഡിയോ കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. രാഹുൽ ഈശ്വർ, എനിക്കും കേൾക്കാമല്ലോ, നമുക്കെല്ലാം കേൾക്കാമല്ലോ. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും തേർഡ് പാർട്ടി പരാതി ഗർഭത്തിന് പോകുന്നത്. തേർഡ് പാർട്ടി പരാതി ഗർഭചിത്രത്തിനെതിരെ പോകുന്നു. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ഇത് ആരെയും വേട്ടയാടിക്കൂടെ? മുകേഷ് ഏട്ടനെ, ശ്രീ സുരേഷ് ഗോപിയെ, അല്ലെങ്കിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ, എൽദോസ് കുന്നപ്പള്ളിയെ, ഉമ്മൻചാണ്ടി സാറിനെ. ഈ പോയിന്റ് താങ്കൾ ദിവസങ്ങളായി പറയാണല്ലോ. ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഈശ്വർ, എന്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ആ മനുഷ്യൻ ഇത് വന്ന് മലയാളിയോട് പറയുന്നില്ല?